നമസ്കാരം. ക്രിസ്മസ് എത്തിയില്ലേ? ക്രിസ്മസിനോടനുബന്ധിച്ച് ഹെവൻലി ബ്ലിസ് ചാനൽ ഒരുക്കുന്ന ബാറക് മോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പാട്ട് ലോന ജേക്കബിന്റെ കുടുംബത്തിലാണ്. അതെ, നമ്മുടെ ഇൻഫന്റ് ജീസസിലുള്ള ആലപ്പാട്ട് ലോന ജേക്കബിന്റെ വീട്ടില്. അപ്പൊ അധികം വൈകിക്കാതെ ഇവിടെ ക്രിസ്മസിന് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളും അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കണേന്നും അവരുടെ ആഘോഷങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് കണ്ടാലോ. അപ്പൊ വിതൗട്ട് എനി ലേറ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു എന്നുള്ളൊക്കെ തിരിച്ച് ക്രിസ്മസ് ഒന്നുമില്ലേ? ഹായ്, ഹലോ. അപ്പൊ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി? എല്ലാവർക്കും സുഖല്ലേ? സുഖാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാന്നൊക്കെ പങ്കുവെക്കലാണ്. ആർ യു റെഡി? റെഡി. ഹാപ്പി അല്ലടാ? ഓക്കെ, സോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഓക്കെ, സോ നമുക്ക് ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജേക്കബേട്ട നമ്മുടെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ആലപ്പാട്ട് ലോന ജേക്കബ്. ഇത് എൻ്റെ ഭാര്യ ക്രിസ്റ്റീന. ഇവര് മറ്റേ പുതുരുത്തി ഗവൺമെൻറ് UP സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു, HM ആയിട്ട് റിട്ടയർ ചെയ്തു. ഞങ്ങൾക്ക് 2 മക്കള്. മൂത്തത് മകൻ, താഴെയുള്ളത് മകൾ. മകളെ വിവാഹം കഴിച്ച് എരുമപ്പെട്ടി അവിടെ സെറ്റിലായി. മകൻ ജിതീഷ്, ജിതീഷിൻ്റെ ഭാര്യ സ്റ്റെഫി. ജിതീഷ് തൃശ്ശൂർ പുഴയ്ക്കൽ ടാറ്റയുടെ കാറിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റെഫി വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് 2 മക്കള്. മൂത്തത് ജെസ്സ, അവൾ സെൻറ് ജോൺസ് സ്കൂളിൽ LKG വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തത് ജേക്ക് ആര്യമ്പാടത്ത് അംഗനവാടിയിൽ പഠിക്കുന്നു. സോ ഈ വീടിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പച്ചനും അമ്മച്ചിയാണ്. അതുപോലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ഓർമ്മകളും അതുപോലെ ആഘോഷങ്ങളും എല്ലാം ഓർമ്മ വരും. അപ്പൊ ഇപ്പോഴത്തെ ക്രിസ്മസും അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ആഘോഷിച്ചിരുന്ന ക്രിസ്മസിലെ കുറെ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഓർമ്മ ഏറ്റവും ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മ പങ്കുവയ്ക്കും. എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായൊരു അനുഭവമാണത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ പാവർട്ടിയിലാണ് വീട്. അപ്പോൾ അവിടെ ഇങ്ങനെ മണൽ വിരിച്ച മുറ്റൊക്കെയാണ്. അപ്പോൾ ആ മുറ്റത്ത് ഓല മെടഞ്ഞ് മേഞ്ഞിട്ട് പുൽക്കൂടുണ്ടാക്കും. വലിയ റൂമിൻ്റെ വലിപ്പത്തിലാണ് പുൽക്കൂടുണ്ടാക്കുക. ചുറ്റും അലങ്കാരപ്പനയുടെ പട്ടയൊക്കെ വെട്ടി അത് ഭംഗിയായി സെറ്റ് ചെയ്ത് നല്ല മനോഹരമായൊരു പുൽക്കൂടുണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ പുലിത്തൊഴുത്തിൽ തന്നെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറക്കുന്ന ആ ഒരു അനുഭവം, അതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ചരാതും മെഴുകുതിരി കമ്പറാന്തലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മരത്തിൻ്റെ മുകളിൽ മുളയുടെ കമ്പൊക്കെ വെട്ടി വലിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ റാന്തൽ വിളക്കൊക്കെ തൂക്കി ഭംഗിയായിട്ട് മരത്തിൻ്റെ മുകളിൽ അങ്ങനെ കെട്ടിയിരുന്ന ഒരു അന്നത്തെ ക്രിസ്മസ് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അതെ, ക്രിസ്മസ് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഓരോ വർഷവും നമുക്ക് പുതിയ ഓർമ്മകളാണ്. പിന്നെ ഞങ്ങളുടെ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലൊരു ഓർമ്മ മിസ് ചെയ്യണതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ക്രിസ്മസ് എടുക്കാറായ പനമ്പട്ട കൊണ്ട് മേഞ്ഞിട്ടാണ്, പനമ്പട്ട മെടഞ്ഞിട്ടാണ് സാധാരണ ക്രിബ് ഒരുക്കാറ്. അതിപ്പോൾ നമ്മൾ കൂട്ടുകുടുംബ സ്ഥിതിയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും മുൻകൈ എടുത്ത് വീട്ടിൽ നിറയെ പനയുണ്ട്, പനയുടെ പട്ട വെട്ടി കൊണ്ടുവരുന്നു, മടക്കണു, അത് ശരിയാക്കി നമ്മളങ്ങനെ പുൽക്കൂട്. പിന്നെ രാവിലെ ഈ പറയുന്ന പോലെ വട്ടയപ്പുണ്ടാക്കി എല്ലാ കാര്യങ്ങളും അന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്ന് അതല്ല. ഇന്ന്
ഇന്നൊക്കെ റെഡിമെയ്ഡ് സിസ്റ്റത്തിലേക്ക് പോയി തുടങ്ങി. നമ്മുടെ പുൽക്കൂടുകൾ റെഡിമെയ്ഡ് വാങ്ങി തുടങ്ങി. അവിടെ നമ്മളത് അത് മാത്രം പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നാഗരികതയുടെയും പിന്നെ അതുപോലെ തന്നെ ടൗണിൻ്റെയും നാഗരികതയും അർബൻ റൂറൽ ഉള്ള വ്യത്യാസങ്ങൾ ഇന്നും അന്നും ഒരുപോലെ. അന്ന് സാധാരണ രീതിയിലൊക്കെ എല്ലാവരും ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ആഘോഷങ്ങൾ കുറഞ്ഞു. ഈ ക്രിബൊരുക്കുക മറ്റു കാര്യങ്ങളൊക്കെ. കാരണം അന്നത്തെ ന്യൂക്ലിയർ അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ന്യൂക്ലിയർ അണുകുടുംബങ്ങളിലേക്ക് വന്നതോടുകൂടി മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷണക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാതും അന്നത്തെ ഒരു ടേസ്റ്റ് ഇന്ന് ഇല്ല. അതെന്താ വെച്ചാൽ സ്വാഭാവികമായും ഈ അണുകുടുംബങ്ങളായി വന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളാണെന്നാണ് എനിക്ക് തോന്നണേ. അതുപോലെ അന്നൊക്കെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർ അങ്ങോട്ട് പോകണു, പിന്നെ അവർ അവിടുന്ന് വിവാഹം കഴിച്ചു കൊടുത്തവർ ഇങ്ങോട്ട് വരണു. അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അന്നുണ്ടായിരുന്നില്ല കാര്യമായിട്ടൊന്നും. പക്ഷെ ഇന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു. ഇന്നിപ്പോൾ വിവാഹം കഴിഞ്ഞവർ പോകണു, അതുപോലെ വിവാഹം കഴിച്ചവർ അന്നത്തെ ദിവസം വരുന്നു. അങ്ങനെ മറ്റതൊക്കെ അന്ന് പിറ്റേ ദിവസമൊക്കെ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ പിന്നെ സ്കൂളൊക്കെ പൂട്ടുന്ന സമയമൊക്കെ നോക്കി വെക്കേഷനിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അങ്ങനെ അത്രയും ചിട്ടയായ രീതിയിലില്ല. വന്നു പോയി അത്രയുള്ള. അതെ, പണ്ടത്തെ പോലെ ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ ആ ഒരു വൈബും എഫക്റ്റും ഒന്നും ഇപ്പൊ നമുക്ക് കിട്ടണില്ല. ശരിയാണ്. ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജനറേഷനെ ഏറ്റവും കൂടുതൽ മിസ്സായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വൈബ്, ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ എഫക്റ്റ് തന്നെയാ. അതിപ്പോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. അപ്പൊ നിങ്ങളുടെ മെമ്മറീസും ഞങ്ങളുടെ മെമ്മറീസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നിങ്ങളുടെ മെമ്മറീസ് ആയിരിക്കും കൂടുതൽ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടുണ്ടാവുക. സോ വെരി ഹാപ്പി. എന്താ പറയുക, നല്ല 2 അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയത്, അതുപോലെ പ്രേക്ഷകർക്കും. ഐ ഹോപ്പ് ഈ ഒരു അനുഭവം പോലെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ കുറെ അനുഭവങ്ങളും നിങ്ങളുടെ ഓർമ്മകളിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നു, അതുപോലെ പുൽക്കൂടിന്റെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ക്രിസ്മസിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കേക്ക് മുറിക്കാം. വായോ, അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Come on, guys. Happy Christmas. Happy Christmas. Happy Christmas. Wish you a Merry Christmas and a Happy New Year.
സോ നമ്മുടെ ഡേ 1 ഇവിടെ വളരെ സന്തോഷകരമായി പൂർത്തീകരിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് ആയാലോ? സോ റെഡി 1 2 3. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇവരുടെ ക്രിസ്മസ് ആഘോഷം നമ്മൾ കണ്ടുവല്ലോ ഈ കുടുംബത്തിന്റെ. അപ്പോ കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോ ഇനി അടുത്തൊരു ക്രിസ്മസ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വേറൊരു കുടുംബത്തിന്റെ കൂടെ നമുക്ക് കാണാം. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സോ ഞാനത് കഴിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.